നമ്മുടെ KL16 ഗ്യാരേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ദേ നമ്മുടെ വിഷ്ണു ബ്രോ ഉണ്ട്. എൻ്റെ വണ്ടി ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ടല്ലേ, അപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ എന്താണ് ബ്രോ ഇതിനകത്ത് ചെയ്തേക്കുന്നത്? നമ്മളിപ്പോൾ പോളിഷ് ചെയ്ത് വാക്സ് ചെയ്തേക്കാണ്. ഓക്കെ, പോളിഷ് ആൻഡ് വാക്സ് അല്ലേ? അതെ. അപ്പോൾ ഇത് മെയിനായിട്ട് ചെയ്യാൻ വന്നതിൻ്റെ റീസൺ ഒന്ന് പറഞ്ഞെടുക്കാമോ? അതെ, ഈ ഒരു ടാങ്കാണ്. ടാങ്ക് പക്ഷേ നമ്മൾ പോളിഷ് ചെയ്തിട്ട് ഇത് മാറ്റ് ഫിനിഷ് ആയിട്ട് ചെയ്തേക്കുന്ന ടാങ്കാണ്. പക്ഷേ ഇത് എത്ര പോളിഷ് ചെയ്തിട്ടും ഈ ഒരു സംഭവം അത് റെഡിയായി വരുന്നില്ല, അത് ക്ലിയറായി മാറുന്നില്ല. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് പക്ഷേ ആ മാറ്റിൽ നിന്ന് ഗ്ലോസിലോട്ട് പോകുന്നു. ഓക്കെ, പക്ഷേ ഇത് ചെയ്യാൻ പറ്റുമല്ലേ? ചെയ്ത് കഴിഞ്ഞാൽ ഗ്ലോസി ആവും. പക്ഷേ അത് മിക്ക സ്ഥലത്തും പെയിന്റ് പോകും. ഓക്കെ, ഇതുപോലെ വേറെ വണ്ടി വന്നിട്ടുണ്ടോ? ഇതുപോലെ വേറൊരു വണ്ടി ഇതേപോലെ തന്നെ ഈ സെയിം കളറിലൊരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതും ഇതേപോലെയാണ്. ഈ ഒരു ടാങ്കിന്റെ മുകളിൽ മാത്രം ഈ ഒരു മാറ്റ് ഫിനിഷിലാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ എത്ര രൂപയാണ് എല്ലാം കൂടി? ഇതിപ്പോൾ നമുക്ക് പോളിഷ് ചെയ്ത് വാക്സ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 1500. ഈ ഒരു വണ്ടിക്ക് 1500. ഓ, വണ്ടിക്ക് അനുസരിച്ചാണ്. ഓക്കെ, എന്തായാലും ബുള്ളറ്റ് ഇതുപോലത്തെ 100 വരുവാണെങ്കിൽ 1500 ആവും. 1500 എന്തായാലും. ചെറിയ വണ്ടി സ്കൂട്ടറൊക്കെ ആണെങ്കിൽ വില കുറയും. സ്കൂട്ടറൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി പാർട്സ് കൂടുതലാണ്. സൈഡ് വിങ് എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതലാണ് വരേണ്ടത്. പക്ഷെ നമ്മൾ 1500 ഒക്കെ തന്നെയാണ് ചാർജ് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും വണ്ടി അടിപൊളി കുട്ടപ്പനായിട്ടുണ്ട്. പുതിയ വണ്ടി പോലെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. ആകെ ഉള്ളൊരു ചെറിയ പ്രശ്നം നമ്മുടെ ടാങ്ക് മാത്രമാണ്.